നമസ്കാരം. രോഹിണി നാളുകാരുടെ പൊതുവായ ഗുണദോഷ അവസ്ഥകളും പരിഹാര കാര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ രോഹിണി നാളിൻ്റെ അധിപഗ്രഹം ചന്ദ്രനാണ്. ഒരു രോഹിണി നാളുകാരൻ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. തുടർന്ന് ചൊവ്വ, രാഹു, വ്യാഴം, ശനി തുടങ്ങിയ ദശാകാലങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്രദശ ജനനശിഷ്ടം എത്രയുണ്ട് എന്ന് കണക്കുകൂട്ടി അറിയലാണ് പ്രധാനമായിട്ട് വരുന്നത്. ചന്ദ്രദശ പൊതുവെ നല്ലതായിരുന്നെങ്കിൽ പോലും ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളിനെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന ചൊവ്വയുടെ ദശാകാലം പൊതുവെ വലിയ ഗുണമുണ്ടായിരിക്കുകയില്ല. പിന്നീട് വരുന്ന രാഹു ദശാകാലം ഒട്ടും ഗുണം ചെയ്യുകയില്ല. പിന്നെ വരുന്ന വ്യാഴദശയാണ് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ രോഹിണി നാളുകാരന് രാഹുദശ വളരെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. അതേത് ഘട്ടത്തിലാണ് കടന്നു വരുന്നത് എന്ന് കണക്കുകൂട്ടി മനസ്സിലാക്കണം. ഈ രാഹുദശ രോഹിണിക്കാരന് വളരെ ദോഷകരമായിട്ട് മാറാൻ ഒരു കാരണമുണ്ട്. രാഹു കാരണം തന്നെയാണ് ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത്. സൂര്യഗ്രഹണത്തിന് കാരണം രാഹു ആണ്. ചില സമയത്ത് കേതുഗ്രസ്ത സൂര്യഗ്രഹണവും നടക്കും. അതുകൂടാതെ ചന്ദ്രഗ്രഹണത്തിലും രാഹു ഗ്രസിച്ചിട്ടുള്ള ചന്ദ്രഗ്രഹണവും കേതു ഗ്രസിച്ചുള്ള ചന്ദ്രഗ്രഹണവും നടക്കും. ഇപ്പം ചന്ദ്രഗ്രഹണത്തിനും രാഹു കാരണക്കാരനാണ്. രോഹിണി നാളിൻ്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രഗ്രഹണത്തിന് കാരണമാകുന്ന രാഹുവിൻ്റെ ദശാകാലം ഈ രോഹിണിക്കാർക്ക് ഗുണം ചെയ്യാറില്ല. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യേണ്ടതാണ്. അതിനുള്ള പ്രതിവിധി, രാഹുദോഷം മാറുന്നതിന് നാഗക്ഷേത്രത്തിൽ 100 പാലും വഴിപാട് നടത്തുക. അതോടൊപ്പം സർപ്പദൈവങ്ങൾക്ക് പറ്റുന്ന മറ്റു വഴിപാടുകളും ചെയ്യുക. ശിവന് ജലധാര, വെള്ളനിവേദ്യം, പുഷ്പാഞ്ജലി ഇവയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ രോഹിണി നാളിൻ്റെ ജന്മനക്ഷത്ര കല്ലെന്ന് പറയുന്നത് പേള് അഥവാ മുത്ത് ആണ്. മുത്ത് ഒരുപാട് തരത്തിലുള്ളതുണ്ട്. കൃത്രിമ മുത്തുകളുണ്ട്, വില കുറഞ്ഞ തരത്തിലുള്ള മുത്തുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുത്തിൽ 90% കൂടുതലും കൃത്രിമം തന്നെയാണ്, ആർട്ടിഫിഷ്യലി മെയ്ഡാണ്. അല്ലാതെ കടലിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന മുത്തിൻ്റെ അളവ് കുറവാണ്. എന്നാൽ വില കൂടിയ മുത്തുകളും വില കുറഞ്ഞ മുത്തുകളും ഉള്ളതിൽ നല്ല ഗുണനിലവാരമുള്ള മുത്ത് തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കുന്ന മുത്ത് വെള്ളി മോതിരത്തിലാക്കി വിരലിൽ ധരിക്കുകയാണ് വേണ്ടത്.